الله أكبر الله أكبر الله السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه وأتباعه أجمعين. പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സമഭാവനയുടെയും ഒക്കെ സുമോഹനമായ സന്ദേശങ്ങളുമായി ഒരിക്കൽ കൂടി പുണ്യ ബലിപ്പെരുന്നാൾ ദിനം നമ്മിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. ഏവർക്കും ഹൃദയംഗമമായ ബലിപ്പെരുന്നാൾ ആശംസകൾ അർപ്പിച്ചുകൊള്ളട്ടെ. ബലിപ്പെരുന്നാൾ ദിനത്തിലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളെപ്പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇപ്പോൾ വോയിസിൽ വന്നിട്ടുള്ളത്. പെരുന്നാൾ ദിനം, പെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ മഹത്തായ ഒരു ആരാധനയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ആരാധന പൂർണ്ണമാകാനും അതിൻ്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കുവാനും ധാരാളം അനിവാര്യ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളും സുന്നത്തുകളും ചേരുവകളും ഒന്നിച്ചു വരുമ്പോഴാണ് പെരുന്നാൾ സുദിനം മഹനീയവും മഹത്തരവും മഹോന്നതവുമായി തീരുന്നത്. വിശുദ്ധമായ പെരുന്നാൾ പ്രഭാതമാകുന്നതോടെ അതിൻ്റെ സുന്നത്തുകൾ ആരംഭിക്കുന്നു. പെരുന്നാൾ കുളിക്കുക എന്നതാണ് ആദ്യത്തേത്. ഇത് കേവലം ഒരു കുളിയായി നമ്മൾ മനസ്സിലാക്കരുത്. പെരുന്നാളിൻ്റെ സുന്നത്തുകുളിയെ ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടെ തന്നെ വേണം നാം കുളി നടത്താൻ. എങ്കിലേ കുളിയുടെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അല്ലാതെ കുറെ എണ്ണ തേച്ച് പുതിയ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചതുകൊണ്ട് കാര്യമില്ല. നിയ്യത്തുകൾ കൊണ്ടാണ് ആരാധനകൾ സ്വീകരിക്കപ്പെടുന്നത്. അർദ്ധരാത്രിയാകുന്നതോടെയാണ് പെരുന്നാൾ കുളിക്കുള്ള സമയം പ്രവേശിക്കുക. അതിനുശേഷം നിസ്കാരത്തിന് മുമ്പ് എപ്പോഴും അത് നിർവഹിക്കാവുന്നതാണ്. മറ്റു സുന്നത്തുകളായിട്ടുള്ള സുഗന്ധം പൂശൽ, പുതിയ വസ്ത്രം ധരിക്കൽ, ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ തുടങ്ങിയവ നാം സുന്നത്തിൻ്റെ നിയ്യത്തോടുകൂടി തന്നെ നിർവഹിക്കുക. പള്ളിയിലേക്ക് പോകാൻ ഒരു വഴിയും തിരിച്ചു വരാൻ മറ്റൊരു വഴിയും തിരഞ്ഞെടുക്കൽ നല്ലതാണ്. പോകുന്നത് ദൂരം കൂടിയ വഴിയിലൂടെയും തിരിച്ചു വരുന്നത് ദൂരം കുറഞ്ഞ വഴിയിലൂടെയും ആകേണ്ടതാണ്. ചവിട്ടടികൾക്കനുസരിച്ച് പ്രതിഫലം കൂടുതൽ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് തക്ബീർ ചൊല്ലലാണ്. പള്ളിയിലേക്ക് പോകുമ്പോഴൊക്കെ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലിപ്പോകുന്ന സ്വഹാബാക്കളുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പെരുന്നാളിൻ്റെ മധുരവും സൗന്ദര്യവും മുറ്റി നിൽക്കുന്നത് തക്ബീർ ധ്വനികളിലാണ്. സമയമാവുന്നതോടെ വിശ്വാസിയുടെ അധരങ്ങളിൽ നിന്നും തക്ബീറിൻ്റെ മന്ത്രധ്വനികൾ ഉയരുകയാണ്. അത് കേട്ടുകൊണ്ടാണ് ഇതര മതസ്ഥർ പെരുന്നാളിൻ്റെ സമാഗമം മനസ്സിലാക്കുന്നത്. വിശ്വാസികൾ തന്നെ അതിൻ്റെ മായാവലയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അന്തരീക്ഷം മുഴുക്കെ ദിവ്യസ്മരണകൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. പെരുന്നാളിൽ മനുഷ്യൻ പുനർജനിക്കുന്നതിൻ്റെ മറ്റൊരു ഘട്ടമാണിത്. ഏകനായ റബ്ബിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചതിന് നന്ദി സൂചകമായി മഹാനായ ഹസരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാമും മുഴക്കിയ തക്ബീർ ധ്വനികളുടെ അനുകരണങ്ങളാണവ. ഇവ ഇന്നും മാലോകർക്കു മുന്നിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൗഹീദിന്റെ ഈ വിജയാഘോഷങ്ങൾ വിശ്വാസിയുടെ ഹൃദയത്തിൽ ആവേശം സൃഷ്ടിക്കുന്നതാണ്. നമുക്ക് തക്ബീർ ധ്വനികൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന് തക്ബീർ ധ്വനികൾ മുഴക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ബലിപ്പെരുന്നാളിൻ്റെ ഏറ്റവും മനോഹരവും മധുരവും മനോജ്ഞവുമായ നിമിഷങ്ങൾ തക്ബീർ ധ്വനികൾ ചൊല്ലുന്ന നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ ഉദ്ഹിയ നിയത്താക്കിയിട്ടുള്ളവർ ഉദ്ഹിയ മൃഗത്തിൻ്റെ അടുത്ത് വെച്ചൊക്കെ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലൽ, ഉദ്ഹിയ നിർവഹിക്കപ്പെടുന്ന സമയങ്ങളിലൊക്കെ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലൽ ശക്തിയായ സുന്നത്തായ കാര്യങ്ങളാണ്. കുളിക്കുമ്പോൾ, നാളെ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് താടിയും മീശയും മുടിയുമൊക്കെ വെട്ടി നല്ല വൃത്തിയിൽ പള്ളിയിലേക്ക് പോകുമ്പോഴും ഉദ്ഹിയ നിയത്താക്കിയിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്ഹിയ കർമ്മം നിർവഹിച്ചതിന് ശേഷം മാത്രമേ അത് കളയാൻ പാടുള്ളൂ എന്ന ചിന്ത ഉദ്ഹിയ കർമ്മത്തിൽ പങ്കാളികളാകുന്ന വിശ്വാസികൾക്കുണ്ടായിരിക്കട്ടെ. കാരണം അവർ വ്യത്യസ്തരാണ്. നാളെ അവർ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കർമ്മം ഉദ്ഹിയ എന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോൾ അവരുടെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ രോമകൂപങ്ങളും അതിൽ പങ്കാളികളാകുക എന്ന ഒരു വലിയ സിർറ് അതിനകത്ത് ഉണ്ട് എന്ന് ആത്മജ്ഞാനികൾ നമ്മോട് പറയുന്നുണ്ട്. അവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും പെരുന്നാൾ രാവുകളൊക്കെ ആരാധനകൾ, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ്. ഇപ്പോൾ നാം നിലകൊള്ളുന്ന ഈ പെരുന്നാൾ രാവും ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാനും ധാരാളമായി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുവാനും തക്ബീർ ചൊല്ലുവാനും നമുക്ക് കഴിയട്ടെ. പെരുന്നാളിൻ്റെ 2 രാത്രിയും ഒരാൾ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കിയാൽ മരിക്കുന്ന ദിവസം അയാളുടെ ഹൃദയം മരിക്കില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാവും നാളത്തെ പകലും നമുക്കൊക്കെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാക്കി മാറ്റാൻ കഴിയട്ടെ. നാളെ കുടുംബബന്ധങ്ങൾ ചേർത്ത് അഗതികളെയും അനാഥരെയും
ആലംബഹീനരെയും ചേർത്ത് നിർത്തി സ്വതക്കകളും മറ്റുള്ള ദാനധർമ്മങ്ങളും വർദ്ധിപ്പിച്ച് രോഗികളെ സഹായിച്ച് കുടുംബങ്ങളെ സന്ദർശിച്ച് യതീമുകളെയും അനാഥകളെയും അവർക്കൊക്കെ ആശ്വാസം പകർന്ന് നമ്മൾ നാളത്തെ സുദിനം ഏറ്റവും ആനന്ദദായകവും ആരാധനയുമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും.